21 മുതൽ 35 ക്വസ്റ്റ്യൻ ആണ് 2 മാർക്ക് എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. കണ്ട ഈ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ നോക്കി ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് പറയാം. 2 സ്റ്റേറ്റ്മെന്റ് കാണും. അതിൽ തന്നെ ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്, അതിൽ 2 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ അതിൽ ശരി ഏത് തെറ്റേതെന്ന് പറയണം. അപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒക്കെ നോക്കിയിട്ട് ഇതിൽ ശരി ഏതാണ് തെറ്റ് ഏതാന്നൊക്കെ നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ ഞാൻ അടുത്ത ക്ലാസ്സിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉത്തരവും ഞാൻ പറയുന്നതുമായിട്ട് ശരിയാണോ എന്ന് കമ്പയർ ചെയ്യാം. ഓക്കെ, അതെല്ലാം അങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് 2024 നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്കിനുള്ള മിക്ക ക്വസ്റ്റ്യൻ എന്താണ് ഓർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമുക്ക് ഏതാണോ അറിയാവുന്നത് ആ ക്വസ്റ്റ്യൻ മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദ ഫങ്ഷൻസ് ഓഫ് മണി ദാറ്റ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ഡെഫിനിഷൻ ഓഫ് മണി. അപ്പൊ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. 43 മുതൽ 48 വരെ മാർക്കിന് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനു മുമ്പ് നിങ്ങൾ ഏതൊക്കെ ഏരിയ കവർ ചെയ്യണം അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയ നല്ലതുപോലെ പഠിക്കണം എന്ന് വെച്ചാൽ മീൻ, മീഡിയം, മോഡ്, ആ ഒരു ആവറേജ് നമ്മൾ കണ്ടുപിടിക്കുന്ന ഏരിയ നല്ലതുപോലെ പഠിക്കുക. ഓക്കെ, അതേപോലെ ഫങ്ഷൻസ് ഓഫ് മണി, ഫങ്ഷൻസ് ഓഫ് RBI, അതേപോലെ മണി കൺട്രോളിങ് മെഷേഴ്സ് ഉണ്ടല്ലോ, CRR, SLR, റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്. അപ്പൊ അതൊക്കെയാണ് ഒരു essay ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ 4 മാർക്ക് അല്ലെങ്കിൽ 6 മാർക്ക് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് നല്ലതുപോലെ പഠിച്ചു വെക്കുക. ക്വസ്റ്റ്യൻ അല്ല ആൻസറും, ക്വസ്റ്റ്യനും ആൻസറും നല്ലതുപോലെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, ഈ ഇതിൽ ചോദിച്ചേക്കുന്നതെന്ന് പറയുന്നത് ഡിറൈവ് ദ സേവിങ് ഫംഗ്ഷൻ. അപ്പൊ സേവിങ് ഫംഗ്ഷന്റെ ഇക്വേഷൻ എന്താണ്, സേവിങ് ഫംഗ്ഷൻ എങ്ങനെ ഡിറൈവ് ചെയ്തു എന്ന കാര്യങ്ങൾ പഠിച്ചു വെക്കുക. അത് നമ്മൾ അടുത്ത ക്ലാസ് ഈ ക്വസ്റ്റൻ ഒക്കെ ഡിസ്കസ് ചെയ്യും. ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻ മാത്രം പരിചയപ്പെടാൻ വേണ്ടി പറയുന്നത്. ക്വസ്റ്റ്യൻസ് നിങ്ങൾ നല്ലതുപോലെ നോക്കാം. ഇത് നോക്കിയാണ് ഡിമാൻഡ് കർവ് ഓഫ് എ കമ്മോഡിറ്റി. വാട്ട് വിൽ ബി എഫക്ട് ദ ഫോളോയിങ് ഓൺ ദ ഡിമാൻഡ് കർവ് ഓഫ് എ കമ്മോഡിറ്റി എന്ന് വെച്ചാൽ 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഇത് ഡിമാൻഡ് കർവിനെ എങ്ങനെയാണ് ബാധിക്കുന്നത് വെച്ചാൽ അപ്വേർഡ് ഷിഫ്റ്റിംഗ് ഉണ്ടാവും, ഡൗൺവേർഡ് ഷിഫ്റ്റിംഗ് ഉണ്ടാവും, എക്സ്പാൻഷൻ ആണോ കോൺട്രാക്ഷൻ ആണോ എന്നൊക്കെ പഠിച്ചിട്ടില്ല. അതിൽ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ അത് ഏതാണെന്ന് എഴുതുക, അതിന്റെ കർവും വരയ്ക്കുക. ഓക്കെ, അതായത് ബഡ്ജറ്റ് പോളിസി പഠിച്ചു വെക്കുക. ആൻഡ് ഇവിടെ ചോദിച്ചിട്ടുണ്ട് എക്സ്പാൻഷനും അതേപോലെ ഇൻക്രീസ്. ഇപ്പൊ എക്സ്പാൻഷനും കോൺട്രാക്ഷനും ഇൻക്രീസും ഡിക്രീസും ഡിമാൻഡിൽ വരുന്നത്. ഇത് ഇതേപോലെ സപ്ലൈയിലും വരും. എക്സ്പാൻഷൻ ഓഫ് സപ്ലൈ, കോൺട്രാക്ഷൻ ഓഫ് സപ്ലൈ, ഇൻക്രീസിങ് സപ്ലൈ ഉണ്ട്, ഡിക്രീസിങ് സപ്ലൈ, അല്ലെങ്കിൽ അപ്വേർഡും ഡൗൺവേർഡും. ഈ 4 കാര്യങ്ങൾ നല്ലതുപോലെ പഠിക്കും. ഇതെന്ന് പറയുന്നത് മൂവ്മെന്റ് എലോങ് ദ സപ്ലൈ കർവും വരും, ഷിഫ്റ്റ് ഇൻ സപ്ലൈ കർവും വരും. ആ 2 കാര്യം അത് ഡിമാൻഡിലും വരും. ആ 2 കാര്യങ്ങൾ നല്ലതുപോലെ പഠിച്ചു വെക്കുക. ആ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഈ ഏരിയ എന്ന് വരാൻ ചാൻസ്. പിന്നെ അത് നോക്കിയാണ് പാസീവ് പ്രൈസ് ഇൻഡെക്സ് നമ്പറും പഠിക്കണം. ജോമെട്രിക് മെത്തേഡ് ഓഫ് മെഷറിംഗ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ. ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്നും കുറെ ക്വസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ഉണ്ടല്ലോ, ജോമെട്രിക്കൽ മെത്തേഡ് 2-3 മെത്തേഡുകൾ ഉണ്ടല്ലോ. ആ മെത്തേഡുകൾ നിങ്ങൾ നല്ലതുപോലെ ഒന്ന് പഠിച്ചു വയ്ക്കുക. നമ്മൾ നോക്കി 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസും 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസും നിങ്ങൾ നോക്കി വയ്ക്കുക. ആൻസർ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഏതാ ചോദിച്ചേക്കുന്നത്? കാൽക്കുലേറ്റ് അരിത്തമെറ്റിക് മീൻ ഫ്രം ദ ഫോളോയിങ് ഡേറ്റ്. ഈ ഡേറ്റിൽ നിന്ന് അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ നാഷണൽ ലിങ്ക്. നിങ്ങൾ നാഷണൽ ലിങ്ക് അക്കൗണ്ട് ചെയ്യുന്ന 3 മെത്തേഡും പഠിച്ചു വെക്കുക. ഏതൊക്കെ മെത്തേഡ് ഉണ്ട്? പ്രോഡക്റ്റ് മെത്തേഡ് ഉണ്ട്, ഇൻകം മെത്തേഡ് ഉണ്ട്, എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഉണ്ട്. ഈ 3 മെത്തേഡ് നിങ്ങൾ നല്ലതുപോലെ പഠിച്ചു വെക്കുക. ആ 3 മെത്തേഡിൽ എങ്ങനെയാണ് നാഷണൽ ലിങ്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ രീതി ഉണ്ടല്ലോ, നമ്മൾ കണക്ക് ചെയ്തെടുക്കത്തില്ലേ, അത് നിങ്ങൾ നല്ലതുപോലെ പഠിച്ചു വെക്കുക. ദെൻ അതൊക്കെയാണ് ഈ പ്രാവശ്യത്തെ എക്സാമിന് ചോദിക്കാൻ കൂടുതൽ ചാൻസ് എന്ന് പറയുന്നത്. ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് അതൊക്കെയാണ്. അപ്പൊ നിങ്ങൾ അത് നല്ലതുപോലെ പഠിച്ചു വെക്കുക. ദെൻ ഇതിൽ നാഷണൽ ലിംഗം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നാണ് ചോദിച്ചത്. അപ്പൊ നാഷണൽ ലിംഗത്തിന്റെ ഇക്വേഷൻ, അതിൽ ഏത് ഇക്വേഷൻ ഇട്ടാൽ ഇത് കണ്ടുപിടിക്കുന്നുള്ള കാര്യം നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കുക. അടുത്ത ക്ലാസ്സിൽ ഞാൻ ഇതിന്റെ ആൻസർ പറയാം. അതേപോലെ ഇത് ഓർ ക്വസ്റ്റൻ. ഒന്നുകിൽ നാഷണൽ ലിംഗം കാൽക്കുലേറ്റ് ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ പേഴ്സണൽ ലിംഗം, പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം. അപ്പൊ പേഴ്സണൽ ലിംഗത്തിന്റെ ഇക്വേഷൻ, പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകത്തിന്റെ ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക. അപ്പൊ ഇത് ഓർ ക്വസ്റ്റൻ ആണ്. ഇതിൽ ഏത് വേണോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, അതോടെ ക്വസ്റ്റ്യൻ തീർന്നു. അപ്പൊ 49-50 ക്വസ്റ്റ്യനിൽ 49ാമത്തെ ക്വസ്റ്റ്യൻ ഓർ ക്വസ്റ്റൻ അല്ല. ഇത് എല്ലാവരും ചെയ്തേ പറ്റൂ. കാൽക്കുലേറ്റ് അരിത്തമെറ്റിക് മീൻ. 2ാമത്തെ ക്വസ്റ്റ്യൻ ഓർ ക്വസ്റ്റൻ ആണ്. നിങ്ങൾക്ക് അത് കുറച്ച് പാടെന്ന് തോന്നുന്നത് കൊണ്ടാണ് അത് ഓർ ക്വസ്റ്റൻ തരുന്നത്. അവർ തന്നെ തന്നേക്കുന്നത് എന്തുവാണ്? ഒന്നുകിൽ പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം അല്ലെങ്കിൽ പേഴ്സണൽ ലിംഗം കണ്ടുപിടിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ നാഷണൽ ലിംഗം കണ്ടുപിടിക്കുക. ഈ ഒരു കണക്ക് നമുക്കിപ്പോ ചെയ്ത് നോക്കാം. ഇത് ഏതാണ്? കാൽക്കുലേറ്റ് അരിത്തമെറ്റിക് മീൻ ഫ്രം ദ ഫോളോയിങ് ഡേറ്റ. അപ്പൊ ആവറേജ് കണ്ടുപിടിക്കാൻ 3 മെത്തേഡാണുള്ളത്. മീൻ ഉണ്ട്, മീഡിയൻ ഉണ്ട്, മോഡ് ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ എടുത്ത് പറഞ്ഞിട്ടില്ല സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് യൂസ് ചെയ്യണം അല്ലെങ്കിൽ അസ്യൂംഡ് മീൻ മെത്തേഡ് യൂസ് ചെയ്യണം എടുത്ത് പറഞ്ഞിട്ടില്ല എങ്കിൽ നമ്മൾ ഏത് മെത്തേഡിൽ ചെയ്യും? ഡയറക്റ്റ് മെത്തേഡ്. അരിത്തമെറ്റിക് മീൻ ചോദിച്ചാലും മീഡിയൻ ചോദിച്ചാലും മോഡ് ചോദിച്ചാലും നമ്മൾ ഏത് മെത്തേഡ് തന്നെ ചെയ്യും? ഡയറക്റ്റ് മെത്തേഡ് തന്നെ ചെയ്യും. അപ്പൊ ഇതെന്ന് പറയുന്നത് എങ്ങനെയുള്ള ഡേറ്റയാണ്? കണ്ടിന്യൂസ് സീരീസ് ആണ്. കണ്ടിന്യൂസ് സീരീസ് ആണ് തന്നേക്കണമെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? മിഡ് വാല്യൂ കണ്ടുപിടിക്കണം. മിഡ് വാല്യൂ കണ്ടുപിടിക്കണം. ഇതെന്ന് പറയുന്നത് എക്സ് ആണ്, ഇതെന്ന് പറയുന്നത് എഫ് ഫ്രീക്വൻസിയാണ് തന്നേക്കുന്നത്. നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ഫ്രീക്വൻസിയാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ മിഡ് വാല്യൂ കണ്ടുപിടിക്കണം, എം കണ്ടുപിടിക്കണം, എന്നിട്ട് എം ഇൻറ്റു എഫ് കണ്ടുപിടിക്കണം. അപ്പൊ ഇതിന്റെ ഇക്വേഷൻ പറയുന്നത് എക്സ് ബാർ എന്ന് വെച്ചാൽ എന്താണ്? ആവറേജ്. എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് എം ബൈ സിഗ്മ എഫ് ആണ്. എഫ് എം കണ്ടുപിടിക്കുക, അതിന്റെ ടോട്ടൽ എടുക്കുക. സിഗ്മ മീൻസ് ടോട്ടൽ തുക, എന്നിട്ട് ഫ്രീക്വൻസിയുടെ എന്തെടുക്കുക?
സിഗ്മ എടുക്കുക. അത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അരിത്തമെറ്റിക് മീൻ കിട്ടും. ഡയറക്റ്റ് മെത്തേഡിൽ അരിത്തമെറ്റിക് മീൻ കിട്ടും. അത് നമുക്കൊന്ന് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ എസ്എ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാനാണ്. അപ്പൊ ഡയറക്റ്റ് മെത്തേഡാണ്. ഇപ്പൊ അസ്യൂംഡ് മീൻ മെത്തേഡ് അല്ലെങ്കിൽ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് എന്ന് എടുത്ത് ചോദിച്ചാൽ മാത്രം ആ രീതി കണ്ടുപിടിച്ചാൽ മതി. അതൊന്നും എടുത്ത് ചോദിച്ചിട്ടില്ല, ജസ്റ്റ് അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാന്ന് ചോദിച്ചാൽ ഡയറക്റ്റ് മെത്തേഡിലാണ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ഒന്ന് റീറൈറ്റ് ചെയ്തിട്ടുണ്ട്. മാർക്കും നമ്പർ ഓഫ് സ്റ്റുഡൻസും ആണ് തന്നേക്കുന്നത്. എന്താണ് തന്നേക്കുന്നത്? മാർക്കും നമ്പർ ഓഫ് സ്റ്റുഡൻസും. ഓക്കെ, മാർക്ക് 0 മുതൽ 20, 20, 40, 40, 60, 60, 80, 80, 100. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്പർ ഓഫ് സ്റ്റുഡൻസ് തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ 6 മാർക്ക് മേടിച്ചത് 0 മുതൽ 20 വരെ മാർക്ക് മേടിച്ച 6 കുട്ടികളുണ്ട്. 20 മുതൽ 40 വരെ മാർക്ക് മേടിച്ച എത്ര കുട്ടികളുണ്ട്? 8 കുട്ടികളുണ്ട്. അങ്ങനെയാണ് ഇത് നമ്മൾ വായിക്കാനുള്ളത്. ഇപ്പൊ 60 മുതൽ 80 വരെ മാർക്ക് മേടിച്ച എത്ര കുട്ടികളുണ്ട്? 8 കുട്ടികളും ഉണ്ട്. അപ്പൊ നമുക്ക് ഇതെന്ന് പറയുന്നത് നമ്മുടെ എന്ത് വാല്യൂ ആണ്? എക്സ് വാല്യൂ ആണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഫ്രീക്വൻസി ആണ്. ഓക്കെ, അപ്പൊ എക്സും തന്നിട്ടുണ്ട്, എക്സ് വാല്യൂ ഉണ്ട്, ഫ്രീക്വൻസി ഉണ്ട്. അപ്പൊ നമുക്ക് ഇതെന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഡേറ്റയാണ്. അപ്പൊ കണ്ടിന്യൂസ് ഡേറ്റയിൽ നമ്മൾ എങ്ങനെയാണ് അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കുന്നത്? ഇങ്ങനെ ഒരു ഡേറ്റ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? മിഡ് വാല്യൂ എടുക്കണം. മിഡ് വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ എം ആണ്. മിഡ് വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് 0-നും 20-നും ഇടയ്ക്കുള്ള മിഡ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ്. ഓക്കെ, 10 ആണ്. ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് മിഡ് വാല്യൂ കണ്ടുപിടിക്കുന്നത്? ഇത് ലോവർ ലിമിറ്റ്, ഇത് അപ്പർ ലിമിറ്റ്. അത് നിങ്ങൾക്ക് അറിയാം. ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കൂടെ കൂട്ടിയിട്ട് അതിന്റെ പകുതി എടുക്കും. ഇപ്പൊ 20/2 എന്ന് പറയുന്നത് 10. ഇതാണെങ്കിൽ 40-ഉം 20 എന്ന് പറയുന്നത് എത്രയാണ്? 60. 60/2 എന്ന് പറയുന്നത് 30. അപ്പൊ അത്രയും പോണ്ട നിങ്ങൾക്ക് നമുക്ക് തന്നെ അറിയാം. ഇപ്പൊ 20-നും 40-നും ഇടയ്ക്കുള്ള മിഡ് വാല്യൂ എത്ര ആയിരിക്കും? 30 ആയിരിക്കും. ഇപ്പൊ കൺഫ്യൂഷൻ ഉള്ളവർ എന്ത് ചെയ്യണം? അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൂടെ കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ പകുതി എടുക്കുക. ഓക്കെ, ദെൻ 40-ന്റെ 60-ന്റെ മിഡ് വാല്യൂ എന്ന് പറയുന്നത് 50 ആണ്. 50, അടുത്തത് 70, അടുത്തത് 90. ഓക്കെ, അപ്പൊ 0, 20 മിഡ് വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. 20, 40 മിഡ് വാല്യൂ 30 ആണ്. 40, 60 മിഡ് വാല്യൂ 50, 60, 80 മിഡ് വാല്യൂ 70, 80, 100 മിഡ് വാല്യൂ എത്രയാണ്? 90 ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആദ്യം എഴുതി വെക്കുക. അപ്പൊ കണ്ടിന്യൂസ് ഡേറ്റയാണ് തന്നേക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? മിഡ് വാല്യൂ കണ്ടുപിടിച്ച് വെക്കുക. ഓക്കെ, അപ്പൊ മിഡ് വാല്യൂ നമുക്ക് കിട്ടിയല്ലോ. 20-ന്റെ ഡിഫറൻസോടെ മിഡ് വാല്യൂസ് ആണ് നമുക്ക് കിട്ടിയത്. നമ്മൾ എഫ് എം കണ്ടിരുന്നു. എഫ് എം വെച്ചാൽ എന്താണ്? എഫ് ഇൻറ്റു എം ആണ്. എഫ് നമുക്ക് ഇവിടെ ഉണ്ട്. എഫ് ആണ് നമ്പർ ഓഫ് സ്റ്റുഡൻസ്. അപ്പൊ നമ്പർ ഓഫ് സ്റ്റുഡൻസ് വരുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ബ്രാക്കറ്റിൽ എഴുതി വെക്കുക എന്താണ്? അത് എഫ് ആണ്. ദെൻ എം എന്ന് പറയുന്നത് എന്താണ്? മിഡ് വാല്യൂ. എക്സ് എന്ന് പറയുന്നത് നമുക്ക് തന്നേക്കുന്ന ഡേറ്റ. അത് ചിലപ്പോൾ ഡിസ്ക്രീറ്റ് ഡേറ്റ ആവും, കണ്ടിന്യൂസ് ഡേറ്റ ആവും. ഇത് തന്നേക്കുന്ന കണ്ടിന്യൂസ് ഡേറ്റ ആണ്. എസ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ കൂടുതൽ വരാൻ ചാൻസ് ഏതാണ്? കണ്ടിന്യൂസ് ഡേറ്റ ആണ്. അപ്പം മീനും മീഡിയം മോഡും ഡയറക്റ്റ് മെത്തേഡ് പഠിച്ചു വെക്കുക. കാരണം സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് ചോദിച്ചാലും അസ്യൂംഡ് മീൻ ചോദിച്ചാലും എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ പഠിച്ചു വെക്കുക. പക്ഷേ ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടേക്കുന്ന ഏത് മെത്തേഡാണ്? ഡയറക്റ്റ് മെത്തേഡാണ്. ഓക്കെ, അപ്പൊ ഇനി എഫ് എം എന്ന് പറയുമ്പോൾ എഫ് ഇൻറ്റു എം, എഫ് ഉണ്ട് എം ഉണ്ട്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഗുണിക്കുക. 60, 240, 600, 560, 540. അപ്പൊ ഇത്രയും ഡേറ്റയാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, ഡേറ്റാസ് ഒക്കെ നോക്കുക. 60, 240, 600, 560, 540. അപ്പൊ ഡേറ്റാസ് അപ്പൊ നമ്മൾ എഫ് ഇൻറ്റു എം കണ്ടുപിടിക്കണം. എഫ് ഇൻറ്റു എം കണ്ടുപിടിക്കണം. അപ്പൊ അറിയില്ല 60, 240, 600, 560, 540. ഇനി നമ്മുടെ ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് എം ബൈ സിഗ്മ എഫ് ആണ് നമ്മുടെ ഇക്വേഷൻ. ഏതിലെ ഇക്വേഷൻ? അരിത്തമെറ്റിക് മീനില് ഡയറക്റ്റ് മെത്തേഡിൽ എക്സ് ബാർ ആവറേജ് കണ്ടുപിടിക്കൽ ഇക്വേഷൻ ആണ്. എന്തെന്നുണ്ട്? എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് എം ബൈ സിഗ്മ എഫ് എന്ന് പറഞ്ഞത്. ഇനി സിഗ്മ എഫ് എം എന്ന് വെച്ചാൽ എന്തുവാണ്? എഫ് എമ്മിന്റെ സിഗ്മ എഫ് എം എന്ന് വെച്ചാൽ എഫ് എമ്മിന്റെ ടോട്ടലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സിഗ്മ എഫ് എം എന്ന് പറയുന്നത്. സിഗ്മ മീൻസ് ടോട്ടൽ, തുക. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടി? കൂട്ടി നോക്കി നമുക്ക് 4000 എന്ന് കിട്ടും. എത്ര എന്ന് കിട്ടും? 4000. ഓക്കെ, 4000 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതെല്ലാം കൂടെ കൂട്ടി നോക്കിയായിരുന്നു. അപ്പൊ നമ്മൾ ഇതെല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ നമുക്ക് ആൻസർ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 2000 എന്ന് കിട്ടിയോ? 2000 എന്ന് കിട്ടും. ഓക്കെ, 2000 എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ കയ്യിൽ സിഗ്മ എഫ് എം 2000. സിഗ്മ എഫ് എന്ന് വെച്ചാൽ എന്താണ്? ഫ്രീക്വൻസി എല്ലാം കൂടെ കൂട്ടണം. ഫ്രീക്വൻസി എല്ലാ ഡേറ്റ അല്ലെങ്കിൽ എല്ലാ സംഖ്യയും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്രയെന്ന് കിട്ടി? 40 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഈ ഇക്വേഷനിലോട്ട് ഇട്ട് കൊടുക്കാം. എക്സ് ബാർ എന്ന് പറയുന്നത്, എക്സ് ബാർ മീൻസ് അരിത്തമെറ്റിക്കൽ മീൻ. കണ്ടിന്യൂസ് ഡേറ്റയിൽ അരിത്തമെറ്റിക് മീൻ ഡയറക്റ്റ് മെത്തേഡ് കണ്ടുപിടിക്കുന്നതാണ്. എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് എം ബൈ സിഗ്മ എഫ്. ഒന്ന് ഇക്വേഷൻ ഒന്ന് പറഞ്ഞു നോക്കി അവിടെ ഇരുന്ന്. സിഗ്മ എഫ് എം ബൈ സിഗ്മ എഫ്, സിഗ്മ എഫ് എം ബൈ സിഗ്മ എഫ്. അപ്പൊ സിഗ്മ എന്ന് പറയുമ്പോൾ ടോട്ടൽ ആണ്. എഫ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ കാണും, ഫ്രീക്വൻസി കാണും. കണ്ടിന്യൂസ് ഡേറ്റയാണ്. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? മിഡ് വാല്യൂ കണ്ടുപിടിക്കണം. എന്നിട്ട് എഫും എമ്മും കൂടെ
ഗുണിക്കണം. എഫ് എമ്മും കൂടെ ഗുണിച്ചതിന് ശേഷം അതിന്റെ ടോട്ടൽ എടുക്കണം. അപ്പൊ എഫ് എം നമുക്ക് കിട്ടും. ഓക്കെ, നമ്മൾ ടോട്ടൽ എടുത്ത് ഇവിടെ എഫ് എം കിട്ടി. ഇനി സിഗ്മ എഫ് എന്ന് പറയുന്നത് എന്താണ്? എഫ് വാല്യൂന്റെ എല്ലാം കൂടെ ടോട്ടൽ എടുക്കണം. ഇതാണ് എന്താന്ന് പറയുന്നത്? സിഗ്മ എഫ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യും? 2000 ഡിവൈഡഡ് ബൈ 40. അപ്പൊ നമുക്ക് ആൻസർ എത്രയെന്ന് കിട്ടി? 50 എന്ന് ആൻസർ കിട്ടി. ഓക്കെ, അപ്പൊ 50 എന്ന് പറയുന്നത് അരിത്തമെറ്റിക് മീൻ. ഈ രീതിയിൽ നമ്മൾ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കുമ്പോൾ മീൻ വാല്യൂ, ആവറേജിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 50 അപ്പൊ ഈ ഉത്തരം കിട്ടിയത് ഈ രീതിയിൽ നമ്മൾ ഈ ഉത്തരം കിട്ടിയപ്പോൾ നമുക്ക് എത്ര മാർക്ക് കിട്ടും? 6 മാർക്ക് കിട്ടും. ഓക്കെ, അപ്പൊ മീൻ കണ്ടുപിടിക്കാൻ, മീഡിയം കണ്ടുപിടിക്കാൻ, മോഡ് കണ്ടുപിടിക്കാൻ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് പേഴ്സണൽ ഇൻകം, ഡിസ്പോസിബിൾ ഇൻകം, നാഷണൽ ഇൻകം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ള ആ ക്വസ്റ്റ്യൻസിലുള്ള അത് തന്നെ നമുക്ക് നോക്കാം. അപ്പൊ ആ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ അടുത്ത ഇപ്പൊ എന്തെന്ന് പറയുന്നത് 49ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ 50ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്ത് നോക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായോ? അപ്പൊ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാൻ ചോദിക്കുമ്പോൾ കണ്ടിന്യൂസ് ഡേറ്റ് ഇങ്ങനെ ഇപ്പൊ കണ്ടോ, മിഡ് വാല്യൂ ഉള്ള കണ്ടിന്യൂസ് ഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? മിഡ് വാല്യൂ കണ്ടുപിടിക്കണം. അതിനുശേഷം നമ്മൾ പരീക്ഷയ്ക്ക് ഈ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ പിറകിൽ ഇത് എക്സ് ആണ്, ഇത് എഫ് ആണെന്ന് എഴുതി ഇടണം. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മിഡ് വാല്യൂ കണ്ടുപിടിക്കണം. മിഡ് വാല്യൂന്റെ മുകളിൽ എം എന്ന് എഴുതി ഇടണം. ഇല്ലെങ്കിൽ മിഡ് വാല്യൂ എടുത്തത്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എം എന്ന് കൊടുക്കാം. അതിനുശേഷം എഫ് ഇൻറ്റു എം. എഫ് എന്ന് പറയുന്ന ഏതാണ്? ഇത്. എം എന്ന് പറയുന്നത് ഇത്. എഫ് ഇൻറ്റു എം കണ്ടുപിടിക്കണം. എഫ് ഇൻറ്റു എം കണ്ടുപിടിക്കണം. എന്നിട്ട് അതിന്റെ ടോട്ടൽ എടുക്കണം. ഇപ്പൊ നമുക്ക് ടോട്ടൽ എത്ര കിട്ടി? 2000 എന്ന് കിട്ടി. ക്വസ്റ്റ്യൻ എഴുതി വെക്കുമ്പോൾ തന്നെ നിങ്ങൾ ഫ്രീക്വൻസിയുടെ ടോട്ടലും കൂടെ കണ്ടുപിടിച്ച് വെക്കണം. എന്നിട്ട് സിഗ്മ എഫ് എമ്മിനെ സിഗ്മ എഫ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് ബാർ കിട്ടും. എക്സ് ബാർ എന്ന് വെച്ചാൽ എന്താണ്? ആവറേജ്, അരിത്തമെറ്റിക് മീനിന്റെ ആവറേജ് കിട്ടും. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? 1 വേർഡ് ക്വസ്റ്റ്യൻ 20 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. അതിൽ നിന്ന് ഏതൊക്കെ ഏരിയയാണ് നിങ്ങൾ 1 വേർഡിന് വേണ്ടി നോക്കേണ്ടതെന്ന് പറഞ്ഞു. ഇനി എസ്സേക്ക് നിങ്ങൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ മീൻ, മീഡിയം, മോഡ് നോക്കണം. അതേപോലെ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് മെത്തേഡ് നോക്കണം. മണിയുടെ ഫങ്ഷൻസ് നോക്കണം. സെൻട്രൽ ബാങ്കിന്റെ ഫങ്ഷൻസ് നോക്കണം. അതേപോലെ റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ് തുടങ്ങിയ ഏതാണ് മോണിറ്ററി മെഷേഴ്സ്, മണി കൺട്രോളിങ് മെഷേഴ്സ് ആണ് ഇതെന്ന് പറയുന്നത്. അപ്പൊ ആ രീതി അതെല്ലാം നമ്മൾ നോക്കണം. ഫിസിക്കൽ പോളിസി ഉണ്ട്, മോണിറ്ററി പോളിസി ഉണ്ട്. അപ്പൊ മോണിറ്ററി പോളിസിയാണ് ആരെടുക്കുന്നത്? RBI എടുക്കുന്നത്. ഫിസിക്കൽ പോളിസി എന്ന് പറയുന്നത് ഗവൺമെന്റ് അഡോപ്റ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഫിസിക്കൽ പോളിസിയെ കുറിച്ച് പഠിക്കാൻ കൂടുതലായിട്ടില്ല, മോണിറ്ററി പോളിസിയാണ് പഠിക്കാനുള്ളത്. അപ്പൊ മോണിറ്ററി പോളിസി മെഷേഴ്സും പഠിച്ചു വെക്കുക. അപ്പൊ ഇത്രയും ഏരിയാസ് നിങ്ങൾ എസ്സേക്ക് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.